MG സാറേ, നമ്മളിനി നമ്മുടെ ടോപ്പ് സിംഗിൽ ഒരു നിത്യഹരിത നായകനെ വിളിക്കാൻ പോവാണ്. ആരാണത്? അവൻ ഒരു യുവ കോമളനാണ്, സുശീലനാണ്, സുന്ദരനാണ്. അവന് വേണ്ടപ്പെട്ടവരുടെ പെർഫോമൻസ് ഇവിടെ നടക്കുമ്പോ അവന്റെ കണ്ണത്ത ദൂരത്തോടെ അവൻ തളരാത്തവനാണ്. അവനെ തോൽപ്പിക്കാനാവില്ല. ഒന്ന് പോയാൽ മറ്റൊന്ന് തീയിൽ കുരുത്തവനാണ്. വെയിലത്ത് പാടില്ല. പക്ഷെ അമ്മ ചീത്ത പറഞ്ഞ ഇടയ്ക്കൊന്ന് പാടാ. അരമണിക്കൂറിനുള്ളിൽ മാറും. അവൻ ആർജിതം കൊണ്ട് എന്ന ഒരുപാട് ആർജവത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ദേവദീപ്. പടം വരെ നടത്തായിരുന്നേ. ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞ പോലെ പോയിട്ട് ഒരു വരം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി. MG സാർ ഇല്ലാത്തപ്പോ പല അഭ്യാസങ്ങളും ഇവന് ഇവിടെ ഇറക്കുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട്. ഒരു വീഡിയോ കണ്ടാലോ? ഒരു വീഡിയോ കണ്ടോ? വീഡിയോ പ്ലീസ്. എല്ലാരും ഉണ്ടല്ലോ. അതിമനോഹരം. ശങ്കർ അഴിഞ്ഞാടുന്നു. ശങ്കരനെ കണ്ട മക്കളെ അടിപൊളിയായിട്ട് വഴി സൂപ്പർ. എനിക്ക് ഇവിടെ മാത്രമാണ് തോന്നിയത്, അവിടെ മാത്രമാണ് എനിക്ക് തോന്നിയത്. വേറെ ഒരിടത്തും തോന്നിയില്ല. ബാക്കിയെല്ലാം അടിച്ച് കാച്ചി മുക്കി, അല്ലാതെ വേറൊന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. ഞാൻ എന്താ പറയണ്ടേ, അടിപൊളി. So today we are giving you 100 out of 100. ഞാൻ പറയണം. ഇത് എന്താണ് അഴിഞ്ഞാട്ടോ? എടുത്ത് അങ്ങോട്ട് കൊണ്ട് വേണ്ട, പാടട്ടെ പാടട്ടെ. പാടി കഴിയുമ്പോഴത്തേക്ക് ഒരു റിയൽ സംഭവം നോക്കിവിടെ. അത് ഞങ്ങൾക്കൊന്ന് കാണാം. അത് എന്റെ കസേര കയറിയിരുന്ന്, റിമിയുടെ കസേര കയറിയിരുന്ന് രണ്ടെണ്ണം കൂടെ. എടാ, രണ്ടാമത്തെ ആരെയാടാ കാണിച്ചത്? എന്നെയാണോ? മധുചേട്ടനായിരിക്കും അല്ലേ? ചേച്ചിയല്ല, ചേച്ചി സേവാ. എന്നാ പിന്നെ റിമൂവിനെ അനുകരിക്കാൻ വേണമെന്നില്ല. അപ്പൊ ഈ പാട്ട് ഏത് പാട്ടാ പാടുന്നേ? പിച്ചകപ്പും കാവുകൾക്കും. ശരി, നമ്പർ 20 മദ്രാസ്. ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ഔസേ ബച്ചൻ സാറ്, ലിറിക്സ് ഷിബു ചക്രവർത്തി സാറ്, 1990, പാടിയത് MG സാറ്. ഉണ്ട്, എന്റെ സീറ്റിലിരുന്നതിന്റെ ആണ്. പാടി കഴിയട്ടെ. അവൻ പറഞ്ഞല്ലോ അവിടെ എന്തോ വെണ്ണിലാവിന്റെ അവിടെ എന്തോ ശരിയായില്ല, കറക്റ്റ് ചെയ്യണം. അടിയൊരു പൂക്കുറ്റിയേ എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ അവൻ ഇതൊന്നും ഏശത്തില്ല. അവൻ ആർക്ക് വേണ്ടിയാ പാടുന്നറിയോ? പറയടേ. ധൈര്യമായിട്ട് പറയടാ അങ്ങോട്ട്. ഫ്രണ്ടിന്, അവന്റെ ഫ്രണ്ടിന്. അല്ല, ഞാൻ ഡെഡിക്കേറ്റ് ഒന്നും ചെയ്തില്ല. അങ്ങനെയല്ല, നിന്റെ ഈ പാടുമ്പോ അർപ്പണം ആർക്കാണ്? ഈ അർപ്പണം ഉണ്ട്, അർപ്പണ മനോഭാവം. അർപ്പണം ആർക്കാണ്? ആർക്കാ ഗിഫ്റ്റ് കൊടുക്കും? ഇതോ അല്ല, ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ആർത്തിതയ്ക്ക് അല്ല, പിന്നെ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സാറുണ്ടല്ലോ, അവർക്കൊക്കെ. നന്ദിയുള്ളവനാട്ടോ, നന്ദിയുള്ളവനാ. എന്നാ പാടാല്ലേ? എന്നാ പാടിക്കോനെ. ഓൾ ദ ബെസ്റ്റ്. നമ്മള് നേരത്തെ ജഡ്ജ്മെന്റിലുള്ള കൂട്ടാളിനും കൂടി ഒന്ന് പിടിക്കാൻ സാറേ അല്ലേ? അവൻ മനയുടെ ഇന്ന് കേറുന്നു, പിന്നെ ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ പിടിച്ചോളാം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജച്ച, ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജച്ച. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം അവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ നീലപാടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം.
ജക്ക് ജാക്ക് ജിങ്കി ജച്ച. ദേവതീർത്ഥമേ, എന്തോ നല്ല രസമുണ്ടായിരുന്നു മോനെ. താങ്ക് യു. കുറേ പോർഷൻസ് നല്ല ഭംഗിയായിട്ട് തന്നെ പാടി. താങ്ക് യു. 2 സ്ഥലം മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ ഡൗട്ട്. ആ. നീ വിടുന്നോണ്ട് പറഞ്ഞില്ലേ, വിടുന്നോണ്ട് ജഡ്ജ് ചെയ്തല്ലോ. അതെ അതെ. അതുപോലെ ഒരു സ്ഥലം, അതായത് ആര് പൊന്നാലയിൽ തീർത്ത് മിന്നും പതക്കങ്ങൾ, ആ. അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ട് ആ. കറക്റ്റ് സ്വരസ്ഥാനത്ത് പാടിക്കേ. ആഴിതൻ കൈകളോ ആമണി പൈതലോ ആര് പൊന്നാലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ. ഇപ്പൊ കറക്റ്റാ. നേരത്തെ ആവേശത്തിൽ വന്നപ്പോ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ പാടിയപ്പോഴത്തേക്കും പതക്കങ്ങൾ വേറെ എങ്ങാണ്ട് പോയി. പിന്നെ അതുപോലെ തുണ്ടുപല്ലവില് പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം, ആ വിണ്ടതം, ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇടാൻ ശ്രമിച്ചു, പക്ഷെ അത് എവിടോ പോയി. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 2 സ്ഥലങ്ങളാണ്. അതാണ് ആ 2 സ്ഥലങ്ങളാണ് മോന് പ്രശ്നമായിട്ട് വന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഗംഭീരവും. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. പാട്ട് നല്ല, ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നന്നായിരുന്നു. ബാക്കി എല്ലാ സ്ഥലവും നന്നായിരുന്നു. ഈ 2 സ്ഥലങ്ങളാണ് എനിക്ക് തോന്നിയത്. എറിമിക്ക് എവിടെയെങ്കിലും പോയോ ഇല്ലയോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. കാരണം അവൻ നമ്മുടെ സീറ്റിൽ കയറിയിരുന്ന നമ്മളെ അപമാനിച്ചു. അതെ. അല്ല, ഞങ്ങൾ എന്തേലും ശിവശങ്കര ശങ്കര, നീ ജഡ്ജ്മെന്റ് സീറ്റിൽ സീറ്റിൽ കയറിയിരിക്കാൻ ആര് പറഞ്ഞു? അത് നമ്മളങ്ങനെ ഒരു കളി കളിക്കാറുണ്ട്. കളിക്കാനാണോ ഈ സീറ്റ്? അല്ല, ടോപ്പ് സിംഗർ ഒരു കളി. നോക്കിയ മീനുട്ടി ടോപ്പ് സിംഗർ കളി. അതിന്റെ അപ്പുറത്തൊരാള് കണ്ടോ, അടുത്ത് വരാൻ പോകുന്ന ഒരാളാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അത് ഇവന്റെ അനിയനത്. അവൻ ഏതാണ്ട് എന്നെ തൊഴിക്കുന്ന ലക്ഷണത്തിലായിരിക്കും. എന്നാലും ഞങ്ങൾ വിചാരിച്ചില്ല, പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു അറ്റാക്ക്. അല്ല, ഇവന് ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല. അവനെ മറ്റേ വീക്കിലെ ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കൊണ്ട് ഇരുത്തിയാണ്. അതെ അതെ അതെ, അത് പ്രതീക്ഷ. പക്ഷെ നല്ല വീക്ക് കിട്ടി. ദേവതീർത്തെ, എന്തോ ഒരു കിടുക്കാച്ചി പാട്ടാ നീ എടുത്തോണ്ട് വന്നത്. എടാ കലക്കിടാ.
കാരണം ഇത് ഈ പാട്ട് നിനക്കൊരു ചങ്കൂറ്റം, അതെന്തായാലും ഒരു കോൺഫിഡൻസ് വേണം, കാരണം സാറിന്റെ മുന്നിൽ കൂടിയാണ് പാടുന്നത്. പിന്നെ നിനക്ക് അത്യാവശ്യം നമ്മളൊരു ലൈസൻസ് തന്നിട്ടുണ്ടല്ലോ, അത്യാവശ്യം ഇങ്ങനത്തെ പാട്ടുകൾ കുറച്ച് നാളും കൊണ്ട് പാടി നീ ജനഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒരു വാക്കുകൾ ഉച്ചരിക്കുന്നതിലും വിൻരഥം എന്നൊക്കെ പറയുന്നതിലും മേലെ നിന്നുഴഞ്ഞു വീണതാഴ് അങ്ങനെ കുഴയാതെ കുറച്ചുകൂടെ അക്ഷരം കേട്ട് പഠിച്ചാലും മതി. അത് കുറച്ചുകൂടെ നാക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് കുറച്ചുകൂടെ എനർജി ഒന്നും കൂടെ ആയി കുറച്ച് എക്സ്പ്രഷൻ കൂടെ കൊടുത്താ ഈ പാട്ടിന്റെ ഏകദേശം നിനക്ക് പിടിച്ചെത്താൻ പറ്റും. സൂപ്പർടാ, കലക്കി കലക്കി മക്കളെ. ദേവതീർത്ത് മോനെ, എന്താ നീ ഒരു കുഞ്ഞു പടക്കാണ് കേട്ടോ, ഒരു കുഞ്ഞു ബോഡിയിലുള്ള ഒരു ഡൈനമൈറ്റ്, ഒരു ഹൈ എനർജി വോയിസ്, ഹൈ എനർജി സിംഗിങ്, പ്ലസ് ഫുൾ 100% ആണ് പാടുന്നത്. അതാണ് എനിക്കിഷ്ടം. അതിലൊരു ഡൗട്ടില്ല പാടുന്നതിൽ, യാതൊരു ഇൻഹിബിഷൻ ഇല്ലാത്ത സിംഗിങ് ആണ്. അപ്പം അതുകൊണ്ട് യു വിൽ ഗോ എ ലോങ് വേ. ശരിക്കും എൻജോയ് ചെയ്തു ഈ പെർഫോമൻസ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് പഴയ നമ്മുടെ ഷമി കപൂർ മുഹമ്മദ് റഫിയുടെ ഒരു ഫേമസ് പാട്ടുണ്ട്, സെയിം റോക്ക് ആൻഡ് റോൾ, ഒരു പക്ഷെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു റോക്ക് ആൻഡ് റോൾ വന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. देखो कि देखने की चीज है हमारे दिल रुबा ताली हो ताली हो ताली हो जिंग जक्का जिंग जक्की जक जिंग जक्का जिंग जक्की जक जिंग जक्का जिंग जक्की जक. ആഹാ. അപ്പൊ അങ്ങനെ ആ ട്രെയിൻ അങ്ങ് പോയി. സോ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. ആടിയൊരു AR റഹ്മാൻ പൂക്കുറ്റി. അല്ല സാർ, ഇതെന്താ പൂക്കുറ്റി? അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയം. AR റഹ്മാൻ അദ്ദേഹമാണ് എന്റെ ഓർക്കസ്ട്രേഷൻ. ഓ, അപ്പൊ അദ്ദേഹത്തിന് ഒരു പൂറ്റി. ഭയങ്കര അറിവായിട്ട് സാറേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഹസ്ബൻഡ്സ് ഇൻ ഗോവയില് ഇത് റീമിക്സ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു സ്റ്റൈലിലാണ്. പല്ലവി മാത്രം നോക്കും, ജസ്റ്റ് ഓപ്പണിംഗ് ഒന്ന് കേൾക്കാം. ഓക്കെ. This is the song from number 20, Madras Lane. Jingy jacky jack, jingy jack, jingy jacky jack, jingy jack. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കും വിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൽ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വേണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. അടിപൊളി. അപ്പോ ഹാപ്പി ആയല്ലോ? ഹാപ്പി ഹാപ്പി ആയി. ഹാപ്പി. ഓക്കെ, ടാറ്റാ. ജിങ്കി ജക്കി ജാക്കി ജിങ്കി ജച്ച ജിങ്കി ജക്കി ജാക്കി ജിങ്കി ജച്ച